സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ചോളൂ. മനസ്സിലേതെങ്കിലും ഒരു നിയോഗം കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ വീട്ടിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനാ നിയോഗങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കർത്താവെ ഇപ്പോൾ ഇതാ ഈ 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, നിൻ്റെ കാരുണ്യത്താൽ ഈ വിഷയത്തിൽ വലിയൊരു ദൈവിക ഇടപെടലുണ്ടാവണം. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമുക്കതിനുള്ള ഒരു യോഗ്യതയില്ല. പക്ഷേ കർത്താവിൻ്റെ കാരുണ്യം ഈ വിഷയത്തിൽ ഇടപെടും. വിശ്വസിക്കുക. എൻ്റെ കർത്താവെ, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ബോധ്യം കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വെളിപ്പെടണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ചേർന്ന് പ്രാർത്ഥിച്ചാലോ? ആബാ പിതാവേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, ആബാ പിതാവേ. അല്പം കൂടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ, ആബാ പിതാവേ. അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ 2 കരങ്ങൾ നേരെ ശിരസിലോട്ട് കമഴ്ത്തി വെച്ച്, കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്, ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ. അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങളെ, ആലോചനകളെ, ഇന്നലകളിലെ അനുഭവങ്ങളെ ഓർത്തോർത്ത് ദുഃഖിക്കുന്ന എൻ്റെ സ്വഭാവത്തെ ഈശോയെ, ഈശോയെ, ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ, കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ, പ്രകാശിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിച്ചാലോ? നിവർത്തി നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ഉയർത്തിയ കൈകൾ ശൂന്യമാണ്. കണ്ണടച്ചോ. ചേറ്റിയൊല്ലി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ. അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എൻ്റെ കുടുംബത്തെ കഴുകണമേ. എൻ്റെ കുടുംബത്തിലെ രോഗങ്ങൾ, ഭാരങ്ങൾ, അസ്വസ്ഥതകൾ ഈശോയെ, ഈശോയെ, ഈശോയെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. തകർച്ചകൾ മാറട്ടെ, നിരാശ മാറട്ടെ, കുറ്റബോധം മാറട്ടെ, ആത്മഹത്യ ചിന്തകൾ മാറട്ടെ. ഈശോയെ, 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 ഈശോയെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ചോ. ഒന്ന് ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഈ കൂടാരത്തിലേക്ക് വെളിപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ കൃപ ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ വെളിപ്പെടാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാന മന്ദിരങ്ങളോടും പ്രാർത്ഥനാ ശുശ്രൂഷകളോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കോട്ടാശ്രമത്തിൽ ഇന്നോളം പ്രാർത്ഥിച്ചുയർത്തിയ സ്വർഗശക്തികൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും വെളിപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയരട്ടെ, സ്വരമുയരട്ടെ. പോരാ, ഈശോയെ എന്ന് വിളിച്ച് 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 പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൈകളടിച്ചു പാടിയാലോ? എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൈയടിച്ചേ.
ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ശരീരത്തിലെ രക്തധമനികളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിൽ ഇപ്പോൾ കൈയടിക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവ് മാറ്റട്ടെ. നന്നായിട്ട് കൈയടിച്ച് പോരാ, ശക്തിയോടെ വിശ്വസിച്ച് കൈയടിച്ചേ. യെസ് കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ കൈയടിച്ച് പാടുമ്പോൾ തന്നെ കർത്താവിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുന്നു. യെസ്, ആമേൻ. സംഭവിക്കട്ടെ. ഇത്രയഭിഷേകം പോരാ, ആമേൻ. ഇത്രയഭിഷേകം പോരാ, ചേർന്ന് പുത്തനഭിഷേകം വേണം പരിശുദ്ധാത്മാവേ. ഇത്രയും അഭിഷേകം പോരാ കർത്താവേ. അഭിഷേകം പോരാ, ആമേൻ. ഇത്രയഭിഷേകം പോരാ, പുത്തനഭിഷേകം വേണം പരിശുദ്ധാത്മാവേ. ചേർന്ന് രോഗികളെ സുഖപ്പെടുത്താൻ, ബന്ധിതരെ മോചിപ്പിക്കാൻ, മരിച്ചവരെ ഉയർപ്പിച്ചിടാൻ ഇത്രയഭിഷേകം പോരാ, പുത്തനഭിഷേകം വേണം. ഇത്രയഭിഷേകം പോരാ, ഇത്രയഭിഷേകം പോരാ, പുത്തനഭിഷേകം വേണം പരിശുദ്ധാത്മാവേ. ഇത്രയഭിഷേകം പോരാ, ഇത്രയഭിഷേകം പോരാ, പുത്തനഭിഷേകം വേണം പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ഭാരത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിന്റെ കെട്ടുകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം നമ്മുടെ വലിയ മധ്യസ്ഥയാണല്ലോ. കൈകൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ വലതും ഇടതും നിൽക്കുന്നവരുടെ കൈകൾ ഒന്ന് ചേർത്ത് പിടിച്ചാലോ? ഒന്ന് ചേർത്ത് പിടിച്ചേ. എന്നിട്ട് കണ്ണടച്ചേ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആള് കടന്നു പോകുന്ന അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഈശോയ്ക്കറിയാം. ഈശോയെ, ഈ വ്യക്തിയിൽ, ഞാൻ ഈ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തിയിൽ കർത്താവേ, അങ്ങൊരു ദൈവീക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് നടത്തണം. കർത്താവ്, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർത്താവേ, ഞാൻ ഈ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം, ഒരത്ഭുതം സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് ഈ നിയോഗം നമുക്ക് സമർപ്പിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു കാരണവശാലും ഒരു അസ്വസ്ഥതയും നമുക്കുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു.
പലവിധത്തിലുള്ള ഭാരങ്ങൾ നമുക്കുണ്ടാവാൻ സാധ്യതകളുണ്ട്. അതെല്ലാം കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങൾക്ക് ചുറ്റും ഒരു സ്വർഗീയ വേലി കെട്ടി സംരക്ഷിക്കണം. ജോബിൻ്റെ പുസ്തകം 1:10, ജോബിനും ജോബിൻ്റെ കുടുംബത്തിനും ചുറ്റും സ്വർഗീയ വേലി കെട്ടിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, അതിന് ചുറ്റും കർത്താവെ ഒരു സ്വർഗീയ വേലി കെട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് വേണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. ആർക്കാണ് സ്തുതി? ഈശോയ്ക്കാണ്. അല്പം കൂടെ അന്തസ്സോടുകൂടെ ഇച്ചിരി ഒച്ചത്തിൽ ഒരു സ്തുതി കൊടുത്താലോ? ആ, ഈശോ കേട്ടില്ലെന്ന് തോന്നുന്നു. നന്നായിട്ട് ഒന്ന് ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞേ. ആ, വെരി ഗുഡ്. വലതും ഇടത് നിൽക്കുന്നവർക്കൊന്ന് പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുത്തേ. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഭക്ഷണം, പിന്നെ എന്താണ്, പാർപ്പിടം, ആയിക്കോട്ടെ, പാർപ്പിടം, ആരോഗ്യം, നമ്മുടെ കുടുംബം, ഭാവി, അല്ലേ? ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ വലിയ നെടുവീർപ്പും ഭാരവും ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷ സമയത്ത് കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന വളരെ ശക്തമായ മേഖലയും ഇത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കുക. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നോട്ട് ബുക്കും ബൈബിളൊക്കെ എടുക്കണം. എന്നിട്ട് ചില വചനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എഴുതിയെടുക്കണം. എന്നിട്ട് വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ശക്തമായ ഒരു കൃപ നമ്മൾ സ്വന്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വളരെ ഫെമിലിയറാണ്, വളരെ പരിചയമുള്ള ഒരു വചനമാണ്. പുറപ്പാട് പുസ്തകം തുറക്കൂ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 25-ഉം 26-ഉം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 25 and 26. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 25-ഉം 26-ഉം. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉച്ചത്തിൽ ഏറ്റുപറയണം കേട്ടോ. ഉച്ചത്തിൽ പറഞ്ഞ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം ഉണ്ടാവണം കേട്ടോ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ഒരിടത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ. യെസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഒന്നും കൂടെ പറഞ്ഞാലോ? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്കൊന്ന് ഹൃദയത്തിലോട്ട് സ്വീകരിക്കാം. വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു, ഇടതുകരം നെഞ്ചോട് ചേർക്കുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും എവിടെയാണെങ്കിലും ഇതുപോലെ കേട്ടോ. ദേ വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഈ വചനം ഹൃദയത്തിലോട്ട് സ്വീകരിക്കണം. ഒച്ചത്തിൽ പറഞ്ഞേ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. ഹല്ലേലൂയ. കർത്താവേ, പറഞ്ഞ കർത്താവേ, ഇത് എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരിക്കൽ കൂടെ ഒന്ന് കൈയടിച്ച് നമ്മൾ വിശ്വസിക്കുകയാണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. 4 തരത്തിലുള്ള അനുഗ്രഹത്തെ വചനം ഉറപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നമ്പർ 1. നമ്പർ 2, നിങ്ങളുടെ ദേശത്തു നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. നമ്പർ 3, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നമ്പർ 4, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ സ്ഥിരം വരുന്നതാ, ഇവിടെ ഉണ്ടാവും. ആ ചേച്ചി എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ പോട്ട ആശ്രമത്തിൽ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ അനുദിന ശുശ്രൂഷയിൽ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആവും. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഉള്ള ആരാധന, അതിപ്പം ഇവിടെ വന്നിട്ടാവാം, ഇല്ലെങ്കിൽ ഞാൻ ഓൺലൈനിലാണെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കും. പക്ഷേ അച്ഛാ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ആരാധന ഇപ്പം നിങ്ങൾ അച്ഛാ പറയുന്നത് ഇങ്ങനെയല്ലേ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവിൻ, ആരാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അച്ഛാ ഞാൻ ആരാധിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മകളുടെ കല്യാണം മൊത്തത്തിൽ തടസ്സമാണ്, വീട്ടിൽ ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറിയിട്ടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരിയോട് ഞാൻ വർത്തമാനം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ ഈ മകളുടെ കാര്യം ഇങ്ങനെയാണ്, ഭർത്താവിൻ്റെ കാര്യം ഇങ്ങനെയാണ്, അതൊക്കെ പോട്ടെ, ഇതിനേക്കാളൊക്കെ വലിയൊരു ശല്യം വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചത് ആര്? ഭർത്താവിൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ. അച്ഛാ ഞാൻ മിണ്ടിയല്ല, ഞാൻ അതിനോട് മിണ്ടാറില്ല അച്ഛാ. ഞങ്ങൾ മിണ്ടിയാൽ ഒന്നും പറഞ്ഞ് 2 പറഞ്ഞ് പിന്നെ അടി പിടി ബഹള, ഞാൻ മിണ്ടാറില്ല. പക്ഷെ ഞാൻ അച്ഛാ ആരാധന മുടക്കാറില്ല. ഞാൻ പോട്ട ആശ്രമത്തിലെ ആരാധന ഒട്ടും ഞാൻ മുടക്കാറില്ല. ആരാധന ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പങ്കെടുക്കും. പക്ഷെ അച്ഛാ ഈ തടസ്സമൊന്നും അങ്ങോട്ട് മാറുന്നില്ല. വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പറ ആരാധിക്കുവിൻ. ആരാധിക്കുമ്പോൾ അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? അപ്പോൾ ആരാധിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ദേശത്തു നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടും. അച്ഛാ അതെന്താ അച്ഛാ? ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടെന്ന്. ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ സ്വന്തം അമ്മയാണ് ഇപ്പോൾ ഉള്ളത്, അതായത് അമ്മായിയമ്മ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരാ? അത് അമ്മയാണ്. അമ്മയോട് മിണ്ടിയൊന്നും ഇല്ല, പക്ഷെ ഞാൻ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും ഒത്തിരി ആരാധനയുണ്ട്. നിത്യാരാധന ചാപ്പലിൽ മണിക്കൂറുകൾ ഇരിക്കുന്നു അല്ലേ? അങ്ങനെ പല പല ആരാധനകളിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ എന്താണാവോ അതങ്ങോട്ടൊന്നും ശരിയാകാത്തത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആരാധന? അതിപ്പോ അച്ഛൻ്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ സിസ്റ്റർ ദീപികാരുണ്യം കൊണ്ടുവരും, പിന്നെ മറ്റേ ചേട്ടൻ കൊണ്ട് തിരിവയ്ക്കും, പാട്ടുകാർ അവിടെ പാട്ട് പാടും, ഞങ്ങൾ ആരാധിക്കും. ഇതാണോ ആരാധന? അല്ലേ? പിന്നെ എന്നതാണ് ആരാധന? അയ്യോ, പിന്നെ എന്നതാ ആരാധന? അച്ഛൻ നിത്യാരാധന ചാപ്പൽ അവിടെ ഉണ്ട്. നിത്യാരാധന ചാപ്പൽ ഞങ്ങൾ അവിടെ ആരാധിക്കുന്നു. ചാലക്കുടി സെൻറ് മേരീസ് പള്ളിയിലുണ്ട് നിത്യാരാധന ചാപ്പൽ, ഞങ്ങൾ അവിടെ ആരാധിക്കുന്നു. അതാണോ ആരാധന? അല്ലേ? പിന്നെ എന്നതാ ആരാധന? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നത് എന്തിനാ? അല്ല, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് മോശ എന്തും പറഞ്ഞ കൊണ്ടുവന്നത്? പുറത്ത് കൊണ്ടുവന്നതിന് ഒറ്റേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മോശ ചെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി ഈ ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണം. അപ്പം ആ ദേശത്ത് നിന്ന് ആരാധിക്കാൻ പറ്റത്തില്ലേ? അപ്പം നമ്മുടെ പ്രശ്നം എന്താ? ആരാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥലമല്ല,
കത്തിച്ച തിരികളല്ല, പൂക്കളല്ല, പാട്ടല്ല, വേറെ എന്തോ ആണ്. അതെന്നതാ? അപ്പം ആരാധന എന്ന് പറഞ്ഞ പിന്നെ എന്നതാ? നമ്മുടെ മുമ്പിലുള്ള ഭയങ്കരമായൊരു പ്രശ്നമാണ്. പിന്നെ എന്നതാച്ച ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം തുറക്കൂ, വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1. 12ന്റെ 1-ാം തിരുവചനം. റോമ 12:1. നല്ല വചനമാണ്, ശ്രദ്ധിച്ചു വായിച്ചോ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 വായിക്കാം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. പൗലോസ് ലീഹ നമ്മളോട് അപേക്ഷിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പൗലോസ് ലീഹ നിന്നോട് അപേക്ഷിക്കുന്നു. ചേച്ചി കേൾക്കണുണ്ടോ? ചേച്ചി ഇങ്ങനെ താടിക്കും കൈയും കൊടുത്തിരിക്കാതെ. പൗലോസ് ലീഹ അപേക്ഷിക്കുന്നു ചേച്ചി. ചിലരിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിച്ചിരുന്നേ. പൗലോസ് ലീഹ ഒരു കാര്യം നമ്മളോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുമല്ലേ? പോട്ടാശ്രമത്തിൽ വന്നോ? ശരീരം വന്നു, മനസ്സിവിടെ ഉണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിവർന്നിരുന്നേ, എന്നിട്ട് കണ്ണ് തുറന്നേ. ചിലതിങ്ങനെ പാതി മയക്കത്തില്ല. കണ്ണ് തുറന്നേ, എന്നിട്ട് നിവർന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. പൗലോസ് ലീഹ ഒരു കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം നിന്നോട് പറയുന്നു. എന്താ പറയണത്? വായിച്ചത്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ പറയുവാണ്, യഥാർത്ഥമായ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തുന്നു, കൈയടിക്കുന്നു, തിരി കത്തിക്കുന്നു, ധൂപക്കുറ്റി വീശുന്നു, ഇതൊന്നും അല്ലെന്ന്. പിന്നെ എന്താന്നാ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിക്കണം. ഇത് വെറുതെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്നതല്ല ആരാധന, മറിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നതാണ്. സത്യദൈവത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതാണ്. സത്യദൈവത്തെ നമ്മുടെ രക്ഷകനും നാഥനുമായി നമ്മൾ വണങ്ങുന്നതാണ്, ആരാധിക്കുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ദൈവത്തിന് മുഴുവനായി കൊടുക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ജീവിതം ഒരു ആരാധനയാക്കുക. പറഞ്ഞ ജീവിതം ഒരു ആരാധനയാക്കുക. ഹല്ലേലൂയാ. നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന രീതിയിൽ കർത്താവിൻ്റെ കൃപ വെളിപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണേ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് മുട്ടുകുത്തി കരങ്ങളൊക്കെ കൂപ്പി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ചു. എൻ്റെ പ്രിയരെ, ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ ജീവിത അവസ്ഥകളെ മാറ്റിമറിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ മേൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. ഈശോയെ, ഈ ആരാധന സമയം എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ആലോചനകളെയും കർത്താവെ വിശുദ്ധീകരിച്ചു എന്നെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ
ആ മേഖല പ്രത്യേകം സമർപ്പിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. നിന്റെ ഉള്ളിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവകാര്യങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് നീ അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ വ്യക്തികളോടുള്ള അടുപ്പം നിന്റെ ഉള്ളിൽ അവരെക്കുറിച്ച് ചിന്തയായി, അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച്, അവരുടെ അതിനുവേണ്ടി എനർജി മാറ്റിവെച്ച്, നിന്റെ പണം മാറ്റിവെച്ച്, നിന്റെ ജീവിതത്തിൽ സത്യദൈവത്തെക്കാൾ അധികമായി ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ, ഏതെങ്കിലും ചില പദവികളായിരിക്കും എപ്പോഴും മനസ്സിൽ അതിങ്ങോട്ട് കയറി പിടിക്കും. എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, എനിക്ക് ഈ പൊസിഷൻ കിട്ടണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പദവി നിന്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ടോ? ഒരു പക്ഷേ സമ്പത്തായിരിക്കും, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നീ ഓടുന്നു. അപ്പം നിന്റെ ഉള്ളിൽ സ്വാഭാവികമായും ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം മാറി സമ്പത്ത് നിന്റെ ഉള്ളിൽ ഒരു ദൈവമായിട്ട് മാറും. അതൊരു വിഗ്രഹാരാധനയാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്കെന്താണ് തടസ്സമായിട്ടുള്ളിലുള്ളത്? ചിലപ്പോൾ ഇന്നലകളിൽ സംഭവിച്ച കുറേ അനുഭവങ്ങൾ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായല്ലോ, എന്നാലും എനിക്ക് മാത്രമല്ലേ ഇങ്ങനെ ഉണ്ടായുള്ളൂ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിങ്ങനെ നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ, നമ്മുടെ ആലോചനകളിൽ ഇന്നലകളിലെ കൈപ്പേറിയ സംഭവങ്ങൾ മാത്രം ഇങ്ങനെ നമ്മളെ ഭാരപ്പെടുത്തും. നീ ചിന്തിക്കുക, സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്കിത് ഭാരമായിട്ട് മാറിയിട്ടുണ്ടോ? എന്താണ് നിന്റെ അവസ്ഥ? ഒരുപക്ഷെ നമ്മൾ ഉള്ളിൽ പറയും കുഴപ്പമില്ല, എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ അറിയാം ചില കുഴപ്പങ്ങളുണ്ട്. ഈശോയെ, ഈ പരമദീവികാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ പരമാമാം ദീവികാരുണ്യമേ, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാനിതാ സമർപ്പിക്കുന്നു. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ശിരസ് തറയിലൊക്കെ ഒന്ന് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുട്ടിച്ചു. കർത്താവേ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ അൾത്താരിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.